ചില സാങ്കേതിക വിഷയങ്ങൾ. കേണൽ ഡിന്നി കൂടി നമുക്കൊപ്പം ചേർന്നു. കേണൽ ഡിന്നി, കോൺഗ്രസിന്റെ എക്സിലെ പോസ്റ്റ് ആയുധമാക്കുന്നു പാക് മന്ത്രി. ഇത് ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ വീഴ്ച കൂടി പരിശോധിക്കണ്ടേ എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കാം. അതൊരു പക്ഷെ ഇപ്പോഴെങ്കിൽ പിന്നെ അല്ലെങ്കിലും അത് അത്തരം ചോദ്യം ഉയരും. ആ തരത്തിലാണോ കണക്കാക്കേണ്ടത്, അതോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അക്ഷന്തവ്യമായിട്ടുള്ള ഒരു അപരാധം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി, ഇങ്ങനെ ഒരു കാര്യമൊക്കെ ഉയർത്തുകയും അത് പാക് നേതാക്കന്മാർ ആയുധമാക്കുകയും ചെയ്തു, അങ്ങനെയാണോ? ഈ ഒരു പോസ്റ്റ് ഞാനും ശ്രദ്ധിച്ചായിരുന്നു. കാരണം അത് പാകിസ്ഥാനിൽ വലിയ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മളത് കണ്ടു. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത്. കോൺഗ്രസിനെ പോലെ ഉള്ള ഒരു പാർട്ടി, നമ്മുടെ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഒരു പാർട്ടി, പ്രതിപക്ഷത്തിന്റെ നേതാവുള്ള പാർട്ടി, വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത്. കാരണം ഇത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിനകത്ത് ഒരു വാസ്തവമില്ല എന്നുള്ളത് കാര്യമാണ്. ഈ കശ്മീരിലെ ഭീകരവാദം എങ്ങനെയാണെന്ന് 30 വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളുകൾക്ക് അറിയാം. ഈ 200 കിലോമീറ്ററിന്റെ എങ്ങനെയാണ് അവരകത്ത് വന്നതെന്നൊക്കെ ഉള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് അണ്ടറിലും എന്നെ പോലുള്ള ഇന്ത്യൻ സൈനികർ അവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അറിയാത്ത ആളുകളല്ല ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുന്നത്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടാണ്, ദൗർഭാഗ്യകരമെന്നായിട്ട് പറയേണ്ടി വരും. കാരണം ഇതൊരു പോസ്റ്റിൽ പിടിച്ചിട്ടാണ് ഇപ്പൊ പാകിസ്ഥാൻ നമ്മളെ അഗേൻസ്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുപക്ഷത്തേക്ക് നമ്മളെ അടിക്കാൻ വേണ്ടി ഒരു വടി എടുത്തു കൊടുക്കുകയാണ്. അതും ശരിയായ പക്ഷത്തല്ല, തെറ്റായ ഒരു നരേറ്റീവിനെ നമ്മളായിട്ട് സൃഷ്ടിച്ച് അവർക്ക് കൊടുക്കുകയാണ്, നമ്മൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. ഒരു നിമിഷം പോലും ഈ മരിച്ച 26 പേര് എങ്ങനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ഭാരതം മൊത്തം ഒറ്റക്കെട്ടായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നതെന്നൊന്നും ചിന്തിക്കാതെ വെറും രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. ഇത് രാഷ്ട്രീയ താല്പര്യം, രാഷ്ട്ര താല്പര്യത്തിന് മുകളിൽ രാഷ്ട്രീയ താല്പര്യം എന്നുള്ള ഒരൊറ്റ ചിന്ത കൊണ്ട് മാത്രം ചെയ്തതാണ്. എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസിന് തന്നെ വളരെ നല്ല ലീഡേഴ്സ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ ശശി തരൂർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത് എന്താണെന്ന്, അതുപോലെ തന്നെ മനോജ് തിവാരി എന്ന് പറഞ്ഞിട്ടുള്ള ലീഡർ, ആ ലീഡർ വരും, അവരുടെ ലീഡേഴ്സ് ഒക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ്. രാഷ്ട്രം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. അഫ്കോഴ്സ് ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്, ഇതിനകത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായോ ഇല്ലയോ, ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായോ ഇല്ലേ, അതൊക്കെ പിന്നീട് കണ്ടെത്തി അതിനു വേണ്ടിയുള്ള നടപടികൾ ചെയ്യും. ഇത് ആദ്യമായിട്ടല്ലല്ലോ അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്കൊരു സിസ്റ്റം ഉണ്ടല്ലോ, നമുക്കൊരു വ്യവസ്ഥ ഉണ്ടല്ലോ, നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയുടെ അണ്ടറിൽ തന്നെയാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇപ്പം വെറും 3-4 ദിവസം ആവുന്നതിന് മുമ്പ് ഇതുപോലെ ഈ ഭീകരവാദികൾ 200 കിലോമീറ്റർ വന്ന് ആയിട്ട് തിരിച്ചു പോകുന്നുള്ളത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു രീതി. അങ്ങനൊന്നുമല്ല, തെറ്റാണത്. അവർ നുഴഞ്ഞു കയറി വരാറുണ്ട്, അവരവിടെ 3-4 മാസം നിൽക്കാറുണ്ട്, അവര് ആ 3-4 മാസത്തിൽ ഇന്ത്യൻ സൈന്യം അവർ വധിക്കാറുണ്ട്. ചിലപ്പോൾ ചിലവർ തിരിച്ചു പോകാറുണ്ട്, പിന്നീട് അവർ വീണ്ടും വരാറുണ്ട്. കുറെ പേരെ ലൈൻ ഓഫ് കൺട്രോളിൽ തന്നെ വധിക്കാറുണ്ട്. ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൊടും കാടാണ്. ആ കാട്ടിലെ കൈയും പിടിച്ചോണ്ടല്ല, ഓരോ കൈയും പിടിച്ച് ഇങ്ങനെ സൈനികർ നിൽക്കുകയല്ല. ധാരാളം ഏരിയ ഉണ്ട്, ധാരാളം ഏരിയയിൽ കൂടെ നുഴഞ്ഞു കയറാൻ സാധിക്കും. പക്ഷെ ഒരു ഭാരതീയ സൈന്യം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നുഴഞ്ഞു കയറി വരുന്നവരെ ഉള്ളിൽ നമ്മൾ വധിക്കാറുണ്ട്. അതുകൊണ്ടല്ലേ ഇന്ന് ഇത്രയും ശാന്തിയും ഇത്രയും 2.35 കോടി ടൂറിസ്റ്റുകൾ ജമ്മു കാശ്മീരിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ സമാധാനം ഉണ്ടെന്നുള്ളതല്ലേ. അപ്പൊ അതിനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ശത്രുക്കൾക്ക് നമ്മളൊരു വടി കൊടുക്കുകയാണ്, ഒരു തെറ്റായ വടി, ഒരു കള്ളപ്രചരണം ഉണ്ടാക്കി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ വളരെ അൺഫോർച്ചുനേറ്റ് ആണെന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. കേണൽ ഡിന്നി കൂടിയാണ് പ്രതികരിച്ചത്. വീണ്ടും